കൊച്ചി നഗരം പൊതുവെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമെന്നാണ് കരുതപ്പെടാറുള്ളത്. രാത്രിയും പകലും ജോലിക്കും മറ്റു പല കാര്യങ്ങൾക്കുമായി സ്ത്രീകൾ തനിച്ച് യാത്ര ചെയ്യുന്ന സ്ഥലമാണിത്. പക്ഷേ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവമാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കൊച്ചി നഗരത്തിൽ ഒരു ഹോട്ടലിൽ ഒരു യുവതി ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവം. ആൺസുഹൃത്തിനെ കത്തിമുനയിൽ നിർത്തിയാണ് MBAക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചത്. നഗരത്തിലെ ആളൊഴിഞ്ഞ ബഹുനില കെട്ടിടത്തിൽ രാത്രി ആൺസുഹൃത്തിനൊപ്പം എത്തിയ 24-കാരിയാണ് പീഡനത്തിനിരയായത്. ആൺസുഹൃത്തിനെ കത്തുമുനയിൽ നിർത്തി 3 യുവാക്കൾ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. കെട്ടിടത്തിന്റെ 10ാം നിലയിൽ നിന്ന് ഫയർ ഗോവണിയിലൂടെ പൂർണ്ണ നഗ്നയായി ഇറങ്ങി ഓടിയാണ് യുവതി രക്ഷപ്പെട്ടത്. പ്രതികളിൽ 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രിയാണ് കൊച്ചിയെ ഞെട്ടിക്കുന്ന ഈ റേപ്പ് അറ്റംപ്റ്റ് ഉണ്ടാകുന്നത്. കൊച്ചിയിൽ നൈറ്റ് ലൈഫ് സേഫ് ആണെന്ന് പറയുമ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ രാപകലില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴും അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം. എന്തായാലും ഈ റേപ്പ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികളെ പിടികൂടിയ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SI ശ്രീ സുബോധ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്? പെൺകുട്ടി തന്നെ വിളിച്ചറിയിക്കുകയായിരുന്നു? അല്ല, പെൺകുട്ടിയുടെ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ സുഹൃത്ത് രാവിലെ തന്നെ അയാൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സ്റ്റേഷനിൽ പറയുകയാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ പെൺകുട്ടിക്ക് അത് പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അവർ വന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പം ഈ ശരിക്കും ഇവർ നടക്കാനിറങ്ങിയ സമയത്ത് ഇവർ മഴ നനഞ്ഞ സമയത്ത് ഇവർ ബിൽഡിങ്ങിനകത്തോട്ട് കയറിയ സമയത്താണ് ഈ 3 പേര്, ഈ ആക്രമണകാരികളെ 3 പേര്, ഡാനിഷ്, രാഹുൽ, പിന്നെ വേറൊരു പ്രതി, ഈ 2 പ്രതി ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ഈ കുട്ടിയെ കത്തി വെച്ചിട്ട് ഈ പെൺകുട്ടിയെയും വലിച്ചടിച്ച് മുകളിൽ പോവുകയാണ് ചെയ്തത്. അന്ന് റേപ്പ് അറ്റംപ്റ്റ് ആണ് നടന്നിട്ടുള്ളത്.